ഹലോ, വെൽക്കം ബാക്ക് ടു സി കോർണർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രീൻ ടീ ഫേസ് മാസ്ക് ആണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ്, പിമ്പിൾസ് വന്നു പോയ മാർക്കുകൾ, അങ്ങനെയുള്ള എല്ലാ പാടുകളും മാറി നമുക്കൊരു യങ് ആൻഡ് ഷൈനിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഡെയിലി നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 100% റിസൾട്ട് കിട്ടുന്നതും സ്പീഡായിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതുമായ നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് എങ്ങനെ തയ്യാറാക്കാം, അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഏതൊക്കെ ദിവസം അപ്ലൈ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഗ്രീൻ ടീയുടെ എൻ്റെ ഈ ടീ ബാഗായിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ 2 ടീ ബാഗാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടീ പൗഡർ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്തിരുന്ന ആ ടീ പൗഡർ അതുപോലെ നമ്മുടെ കണ്ടെയ്നറിലേക്ക് നമ്മുടെ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര ഫൈൻ ആയിട്ടുള്ള ഒരു പൗഡർ അല്ല, കുറച്ചൊരു തരിയുള്ള കൈൻഡ് ഓഫ് ടീ പൗഡർ ആണിത്. അപ്പൊ നിങ്ങൾക്ക് ഫൈൻ ആയിട്ടുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഫേസ് പാക്കിലേക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് നമുക്ക് ഇതുപോലെ ഒരു വലിയ സ്പൂണ് തൈരാണ്. അപ്പൊ ഈ യോഗേർട്ടാണ് ഞാൻ എന്റെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നമ്മുടെ ടീ പൗഡർ നമ്മുടെ യോഗേർട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഫേസ് മാസ്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ഫേസ് മാസ്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റിയതാണോ എന്നുള്ള കാര്യം ഏറ്റവും ആദ്യം നമ്മൾ നോക്കണം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് സ്കിന്നിനും, അതായത് ഡ്രൈ ആയിക്കോട്ടെ ഓയിലി ആയിക്കോട്ടെ, സ്കിന്നിനും പറ്റിയതാണ്. പിന്നെ ഓയിലി സ്കിന്നായിട്ടുള്ളത് ചെയ്യുമ്പോൾ ചെറിയൊരു ഓയിൽനെസ് കൂടുതലായിട്ട് തോന്നും, പക്ഷെ അത് പ്രശ്നമില്ല. അത്ര വലിയൊരു എമൗണ്ട് ഓഫ് ഓയിൽ സെക്രീഷൻ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഈ കേർഡ് അല്ലെങ്കിൽ ഈ യോഗേർട്ട് എന്ന് പറയുന്ന കാര്യം. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് ആഴ്ചയിൽ 3 തവണ ചെയ്യാവുന്നതാണ്. പിന്നെ 3 തവണ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ കുറച്ച് തരിയുള്ള കൈൻഡ് ഓഫ് തേയിലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി 3 തവണ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ഇത് സ്ക്രബ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരേ ഒരു തവണ മാത്രം, ആഴ്ചയിൽ ഒരേ ഒരു തവണ മാത്രം സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, അതായത് കംപ്ലീറ്റ് ഫേസിലും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ പ്രോബ്ലംസ് ഉള്ളത് ആ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്താലും മതിയാവും. അപ്പൊ ഞാൻ എന്റെ ഫേസ് പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാണ്. ഇനി ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് എല്ലാ തവണയും സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യരുത്. നമ്മളുടെ സ്കിന്നിന് ആക്ച്വലി ഇത് നമുക്കൊരു റീജുവനേറ്റിംഗ് ഫേസ് പാക്ക് ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആവുള്ളൂ. അതുകൊണ്ട് ഈ റീജുവനേറ്റിംഗ് ഫേസ് പാക്കിനെ ഡാമേജിങ് ഫേസ് പാക്ക് ആക്കി മാറ്റാതിരിക്കാൻ ഒരേ ഒരു തവണ മാത്രം ആഴ്ചയിൽ സ്ക്രബ് ചെയ്യുക. ഞാൻ ഈ ഒരു ഫേസ് പാക്ക് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്ത് കളയാൻ പോവാണ്. ഞാൻ 20 മിനിറ്റ്സ് കൊണ്ട് വാഷ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിതിങ്ങനെ വലിയാൻ തുടങ്ങി, അതായത് ഡ്രൈ ആയിട്ടുണ്ട് അത്യാവശ്യം. അപ്പൊ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യാൻ പോവാണ്. ഇനി വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ ഫേസ് പാക്കൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരേ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. 3 തവണ ചെയ്താൽ മതി ആഴ്ചയിൽ. അത് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള ഗ്രീൻ ടീ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും തന്നെ ഇപ്പൊ ഗ്രീൻ ടീ ഒന്നും ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കും അല്ലെ. അപ്പൊ
എല്ലാവർക്കും സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഏതൊരു സ്കിൻ ടൈപ്പിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഈസി ഫേസ് പാക്ക് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് see you in the next video. Bye bye.